എഡിറ്റേഴ്സ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പൊതുസമൂഹത്തിന്റെ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടെത്തിയ പോംവഴി മാതൃകയാകും. ഊർജ്ജ സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് ഊർജ്ജമന്ത്രി. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ ജലസമ്പത്ത് എത്രയെന്ന് കണക്കെടുക്കും. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പൊതുസമൂഹത്തിന്റെ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറഹ്മാൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 17ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എ പി അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ സരള മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തെ 300ഓളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 1500ഓളം കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. നാടും നഗരവും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പോംവഴികൾ ആലോചിക്കുമ്പോൾ പ്രകൃതിദത്ത ഊർജ്ജമായ സൌരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയാണ് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 6000ഓളം